നമസ്കാരം. അദാനി ഗ്രൂപ്പിന്റെ മേധാവിയായ ഗൗതം അദാനിക്കും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മറ്റ് 6 പേർക്കുമെതിരെ അമേരിക്കയിൽ കേസ് എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മൾ മാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട്. അതായത് ഇന്നലെ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സമയം ഏതാണ്ട് വൈകുന്നേരത്തോടനുബന്ധിച്ചിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവിടെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ തന്നെ അവർ വാർത്തയാക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ, അതായത് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഈ വാർത്തകൾ പ്രഥമ ദൃഷ്ടിയാൽ നോക്കിക്കഴിഞ്ഞാൽ അദാനിക്കെതിരെ വളരെ ഗൗരവകരമായ ഒരു കേസ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ വകുപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ നിയമം അനുസരിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് വയർ ഫ്രോഡ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് അദാനി കൈക്കൂലി കൊടുത്തു, വൻ തുക കൈക്കൂലി കൊടുത്തു. സർക്കാർ കരാറുകൾ ലഭിക്കാനായി ഏതാണ്ട് $265 മില്യൺ കൈക്കൂലി കൊടുത്തു എന്നാണ് കേസ്. ഈ വാർത്ത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി അദാനി എന്തോ തിരിമറി കാട്ടാൻ ശ്രമിച്ചു. അപ്പോൾ കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അമേരിക്കൻ അധികൃതർ പിടിച്ചു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയാണ് കേരളത്തിലെ ചില ടെലിവിഷൻ മാധ്യമങ്ങൾക്കൊക്കെ അതിരാവിലെ റിപ്പോർട്ട് ചെയ്തത്. അവർ ഇതിലൊരു മാധ്യമം പറഞ്ഞത് അമേരിക്കയിൽ കൈക്കൂലി വാങ്ങുന്നതിനേക്കാൾ കുറ്റകരമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അദാനി വല്ലാത്തൊരു കേസിൽ പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. എന്തായാലും അദാനി ഗ്രൂപ്പിൻ്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. കാരണം അദാനി ഗ്രൂപ്പ് ഒരു ബിസിനസ് അവേഴ്സിലല്ല ഈ ഗ്രൂപ്പിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്നത്, അമേരിക്കൻ സമയത്തിലാണ്. ഇനി ഒരു പക്ഷേ അദാനി ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നൽകുമായിരിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അദാനി ഗ്രൂപ്പ് വിശദീകരണ കുറിപ്പൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അതീവ രസകരമായ ഒരു കേസാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഈ കേസ് ഇങ്ങനെയാണ്. അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ കരാർ നേടാനായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ കരാർ നേടാനായി, ഈ കരാർ നേടിയാൽ അദാനി ഗ്രൂപ്പിന് 20 വർഷത്തേക്ക് ഏതാണ്ട് $2 ബില്യൺ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഏതാണ്ട് 17,000 കോടി രൂപ 20 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിന് ലാഭം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ 2,237 കോടി രൂപ, വലിയ സംഖ്യ തന്നെയാണ്. 2,237 കോടി രൂപ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തുമെന്നുമല്ല, എഗ്രീഡ് ടു പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൈക്കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ചു. അദാനിയും അദാനിയോടൊപ്പമുള്ള മറ്റ് 6 പേർ, ഇതിൽ അദാനിയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദർ ആയിട്ടുള്ള സാഗർ അദാനി അടക്കമുള്ളവരുണ്ട് കേട്ടോ. ഇങ്ങനെ അദാനിയും മറ്റ് 6 പേരും അടക്കം 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോടതിയിലാണ്. അതായത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 2,000 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ട് പോലുമില്ല, കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇത് അമേരിക്കയിൽ വലിയ കുറ്റകരമാകുന്നു. അദാനിക്കെതിരെ കേസെടുക്കുന്നു. ചേട്ടാ, ഇന്ത്യയിൽ ഇനി കൈക്കൂലി കൊടുക്കാൻ സമ്മതിച്ചു എന്ന് തന്നെ വയ്ക്കുക, അദാനി അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തു എന്ന് തന്നെ വയ്ക്കുക. ഈ കൈക്കൂലി കൊടുത്തതിന് അമേരിക്കയിൽ എന്തിനാണ് കേസെടുക്കുന്നത്? അമേരിക്കൻ ഭരണകൂടത്തിന് എന്താണ് ഇതിൽ കാര്യം? കരാർ ഇന്ത്യയുടേതാണ്, ഇന്ത്യയിലെ ഒരു പവർ പ്ലാന്റാണ്, ഇന്ത്യയിലെ ഒരു സോളാർ പവർ പ്ലാന്റാണ്, കൊടുത്തത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കാണ്, അദാനി ഇന്ത്യക്കാരനുമാണ്. എന്തിനാണ് അമേരിക്കൻ അധികൃതർ ഈ പറയുന്ന സെക്യൂരിറ്റീസ് ആൻഡ് വയർ ഫ്രോഡ് ആക്ട് അനുസരിച്ചിട്ടൊക്കെ അദാനിക്കെതിരെ കേസെടുക്കുന്നത്? അതാണ് ഏറ്റവും അധികം കൗതുകകരം. അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് അദാനി ഏതാണ്ട് $600 ബില്യൺ ഒരു ഡോളർ ബോണ്ട്, നമ്മൾ ഈ കേരള സർക്കാർ ഇറക്കിയ മസാല ബോണ്ട് എന്നൊക്കെ പറയും പോലെ അതിന് സമാനമായ ഡോളർ ബോണ്ട് ഇറക്കിയത്. $600 മില്യൺ അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏതാണ്ട് 5,000 കോടി രൂപ. 5,000 കോടി രൂപ അത് ഡോളറായി തന്നെ സമാഹരിക്കണമായിരുന്നു. ഈ ഡോളർ ബോണ്ടാണ്, അതായത് ഡോളറിലാണ് വാങ്ങുക. ഈ ഡോളറിൽ വാങ്ങുമ്പോൾ മിക്കവാറുമൊക്കെ അമേരിക്കൻ നിക്ഷേപകരായിരിക്കും. ഒക്ടോബറിലോ മറ്റോ നടത്താനിരുന്ന ഒരു ലോഞ്ചായിരുന്നു, ഒരു ബോണ്ടായിരുന്നു. സാധാരണ കോർപ്പറേറ്റുകളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് പണം അത്യാവശ്യം വരുമ്പോൾ അവർ പണവിപണിയിൽ ബോണ്ട് വിൽക്കാൻ വയ്ക്കും. ബോണ്ട് ഈ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് ആളുകൾ വാങ്ങാൻ വരും. ഈ നിശ്ചിത കാലാവധിക്കായിരിക്കും ഈ ബോണ്ട് വാങ്ങുക. ആ കാലാവധിക്ക് അത്രയും നിശ്ചിത പെർസെൻറ്റേജ് പലിശ നൽകണം, അതിനുശേഷം തുക തിരികെ നൽകണം. കേരളം സർക്കാർ മസാല ബോണ്ടൊക്കെ ഇറക്കിയത് അങ്ങനെയാണ്. ഈ രീതിയിൽ ഡോളർ ബോണ്ട് ഇറക്കുന്നു അദാനി ഗ്രൂപ്പ്. ഒക്ടോബറിലാണ് ഇറക്കാൻ വെച്ചിരുന്നത്, പക്ഷേ എന്തോ സാങ്കേതിക കാരണങ്ങൾ അത് നവംബറിലേക്ക് നീട്ടി. ഈ കഴിഞ്ഞ ദിവസമാണ് ബോണ്ടുമായി അദാനി ഗ്രൂപ്പ് വിപണിയിലേക്ക് പോയതേ ഉള്ളൂ,
നിക്ഷേപകരുടെ കൂട്ടത്തല്ലായിരുന്നു ബോണ്ട് വാങ്ങാനായി. അങ്ങനെ 600 കോടി രൂപയുടെ ബോണ്ട്, അതായത് $600 മില്യൺ ബോണ്ട്, 5000 കോടി രൂപയുടെ ബോണ്ട് ചൂടപ്പം പോലെ അവിടെ വിറ്റഴിഞ്ഞു. അങ്ങനെ 5000 കോടി രൂപ അദാനി ഗ്രൂപ്പ് സമ്പാദിച്ചു. എന്തിനാണ് സമ്പാദിച്ചത്? ഇത് അദാനി ഗ്രൂപ്പിന് ചില ഫോറിൻ കറൻസി വായ്പകൾ ഉണ്ടായിരുന്നു. ഈ ഫോറിൻ കറൻസി വായ്പകൾ വാങ്ങുന്നതും തിരിച്ചടയ്ക്കുന്നതുമെല്ലാം ഫോറിൻ കറൻസിയിലായിരിക്കണം. ഈ ഫോറിൻ കറൻസി വായ്പകൾ തിരിച്ചടയ്ക്കാനാണ് 5000 കോടി രൂപയുടെ ബോണ്ട് ഇറക്കിയത്. 20 വർഷത്തേക്കാണ് കാലാവധി. 7.5% മറ്റു പലിശയാണ്. ഇത് അദാനി ഗ്രൂപ്പ് ബോണ്ട് ഇറക്കുന്നു. അത് നിക്ഷേപകർ അമേരിക്കയിൽ നിന്നായിരിക്കാം. എന്തായാലും അമേരിക്കയിൽ നിന്ന് ഒരു വിഭാഗം നിക്ഷേപകരെങ്കിലും ഈ ബോണ്ട് വാങ്ങിക്കാണും. ഇത് ഇറക്കാനായി അവർ കാത്തിരിക്കുകയായിരുന്നു. ഇത് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഇപ്പോൾ അദാനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ കേസ് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞല്ലോ, കൈക്കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. 2000 കോടി രൂപയുടെ കൈക്കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. ഈ വിഷയം മറച്ചു വെച്ചുകൊണ്ട് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. അതാണ് വലിയ കുറ്റകൃത്യം. ആ കുറ്റകൃത്യത്തിനാണ് ഇപ്പോൾ അമേരിക്കൻ അധികൃതർ അദാനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് കേൾക്കാത്ത താമസം സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരിച്ചിട്ടുണ്ട്. മോദിക്കെതിരെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ കപിൽ സിബലും ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയും എല്ലാം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വരുമായിരിക്കാം. വരും മണിക്കൂറുകളിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാം. പക്ഷേ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊരു ഉഡായിപ്പ് കേസാണ് എന്ന് പ്രഥമ ദൃഷ്ട്യ അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ തെളിയുന്നതാണ്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ അമേരിക്കൻ അധികൃതർ കേസെടുക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ സമ്മതിച്ചു എന്ന് തന്നെ വയ്ക്കുക. ഇപ്പോൾ ഈ ബോണ്ട് ഇറക്കിയത് എന്തിനാണെന്ന് നമുക്കറിയാം, അദാനിയുടെ കടം തീർക്കാനാണ്. ഈ പറയുന്ന കൈക്കൂലി കേസ് എന്തിനാണ്? അത് അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ സോളാർ പവർ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെ ബോണ്ട് ഇറക്കാനുള്ള വേണ്ടി അല്ലെങ്കിൽ നിക്ഷേപകരോട്, ബോണ്ട് വാങ്ങാൻ വരുന്ന നിക്ഷേപകരോട് ഞങ്ങൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാത്തത് കാരണം, എന്നത് വെളിപ്പെടുത്താത്തത് കാരണം, അങ്ങനെ വെളിപ്പെടുത്താതെ നിക്ഷേപം വാങ്ങിയത് കാരണമാണ് ഇപ്പോൾ അമേരിക്കൻ അധികൃതർ കേസെടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അദാനിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ ഏറെ നാളായി നടക്കുന്നുണ്ട്. കാരണം ഒരു ഇന്ത്യൻ കോർപ്പറേറ്റാണ് അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിക്ഷേപങ്ങളുണ്ട്. ഈ ഒരു വിദേശ കമ്പനിക്കെതിരെ പല രാജ്യങ്ങളിലും, അതായത് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഓസ്ട്രേലിയയിലും മറ്റുമൊക്കെ വലിയ വിവാദത്തിലായിട്ടുണ്ട്. അതൊരു വിദേശ കമ്പനിക്കെതിരെ അവിടുത്തെ നാട്ടുകാരിൽ ചിലർ നടത്തുന്ന ചില കാര്യങ്ങളാണ്. അത്തരമൊരു മുന്നേറ്റമാണ്. ഇങ്ങനെ ഒരു ഇന്ത്യൻ കോർപ്പറേറ്റ് ഇങ്ങനെ വലിയ ഒരു അന്താരാഷ്ട്ര കോർപ്പറേറ്റായി വളരുന്നതിൽ അസൂയ പൂണ്ടവർ വയ്ക്കുന്ന പാരകളാണ് മിക്കവാറും. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൊക്കെ നമ്മളത് കണ്ടതാണ്. പുതിയ പാരയാണിത്. മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കുറച്ച് ദിവസം ആഘോഷിക്കാൻ, മോദിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആഘോഷിക്കാനുള്ള വിഷയവുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പങ്കുണ്ടോ എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ജമ്മു കാശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോവുകയും അവിടെ ചില ഇന്ത്യ വിരുദ്ധരുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് അദാനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ? ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസ്, അദാനിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കേസ്, ഇന്ത്യയിലെ പ്രതിപക്ഷവും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ചില വാദമുഖങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അദാനിക്കെതിരായിട്ടുള്ള കേസ് ഒരു ഉണ്ടയില്ല വെടിയാണ് എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ എങ്കിലും വരും മണിക്കൂറുകളിൽ അദാനിക്കെതിരെയും മോദിക്കെതിരെയുമുള്ള വലിയ ആരോപണ കൊടുങ്കാറ്റായി ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.